നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കി കൊടുത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ. അവിടെ 25 മണ്ഡലങ്ങളിൽ ബി.ജെ.പി വെന്നിക്കൊടി പാറിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി തന്നെയാണ് രാജസ്ഥാനിൽ അധികാരത്തിലേറിയത്. ഇതെല്ലാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്തായാലും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബി.ജെ.പി സജീവമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒന്നടങ്കം 8 ക്ലസ്റ്ററുകളാക്കി തിരിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പദ്ധതികൾ ബി.ജെ.പി ആസൂത്രണം ചെയ്തു വരുന്നത്. ഈ 8 ക്ലസ്റ്ററുകളിൽ ഓരോന്നിനും മുതിർന്ന നേതാക്കൾക്കും മന്ത്രിമാർക്കും പ്രത്യേകമായി പാർട്ടി ചുമതലകൾ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ അലംഭാവം കാണിച്ച 3 മന്ത്രിമാരെ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷാ നിർത്തിപ്പൊരിച്ചു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. രാജസ്ഥാനിലെ കോർ കമ്മിറ്റി യോഗത്തിനിടയിലാണ് 3 മന്ത്രിമാരെ അമിത്ഷാ 40 മിനിറ്റോളം എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ആരോഗ്യമന്ത്രിയായ ഗജേന്ദ്ര സിംഗ്, സാമൂഹ്യനീതി മന്ത്രി അവിനാഷ് ഗെഹ്ലോട്ട്, ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി സുമിത് ഗുദാര എന്നിവർക്കാണ് പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും പരസ്യമായ ഒരു ശാസന ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി രാജസ്ഥാനിൽ എത്തിയതായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിനുശേഷം അദ്ദേഹം ഉദയ്പൂരിലുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അതിനുശേഷമാണ് ബിക്കാനേർ ക്ലസ്റ്ററിൽ നിന്നുള്ള 200ഓളം നേതാക്കളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. ബൂത്ത് തലം മുതലുള്ള വിശദാംശങ്ങളും താഴെ തട്ടിലെ ഒരുക്കങ്ങളും ഓരോരുത്തരായി അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ 3 മന്ത്രിമാർ പെട്ടുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എവിടം വരെ എത്തി, ബൂത്തിന്റെ ചുമതലകൾ ഏതൊക്കെ നേതാക്കൾക്കാണ് വിഭജിച്ച് നൽകിയിട്ടുള്ളത്, ഓരോ മേഖലയിലെയും വോട്ട് ചോർച്ച തടയുന്നതിന് വേണ്ടി എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത് തുടങ്ങിയ അമിത്ഷായുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് മന്ത്രിമാർ പെട്ടുപോയത്. മന്ത്രിമാരായതിന്റെ തിരക്ക് നിങ്ങൾക്ക് കാണുമല്ലേ എന്ന തരത്തിൽ മുനവെച്ചുള്ള ഒരു ചോദ്യം കൂടി ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി ഈ 3 മന്ത്രിമാരും ആ യോഗത്തിൽ നാണം കെട്ടു എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിലേക്ക് പോയിരിക്കുകയാണ്. 200 പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന് സമയമുണ്ട്, പക്ഷേ നിങ്ങൾ മന്ത്രിമാരായതുകൊണ്ട് തിരക്കിലായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എല്ലാ വിവരങ്ങളും തന്റെ ഓഫീസിൽ എത്തിയിരിക്കണം എന്നുള്ള അന്ത്യശാസനം കൂടി ഈ മന്ത്രിമാർക്ക് അമിത്ഷാ നൽകിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി കണിശതയോടുകൂടി തന്നെയാണ് ബി.ജെ.പി രാജസ്ഥാനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗിനെത്തിയ 3 മന്ത്രിമാരെ പരസ്യമായി ശാസിച്ചതിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിലും ചില പുകച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ 3 മന്ത്രിമാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലകളും കൃത്യമായി നിർവഹിക്കണം എന്ന സന്ദേശം തന്നെയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.